അധികാരികളിൽ അന്യായം കാണുമ്പോൾ അധികാരികളുടെ അരമനകളിൽ കയറി ഇറങ്ങിയിട്ട് അവരുമായി സൗഹൃദം പങ്കുവെക്കലല്ല പണ്ഡിത ധർമ്മമെന്ന് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലപ്പോൾ. ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ കഴിഞ്ഞ കാലം ചരിത്രം പരിശോധിക്കുമ്പോൾ, പ്രത്യേകിച്ച് 2014 വരെയുള്ള ഇന്ത്യയുടെ സമകാല ചരിത്രം പരിശോധിക്കുമ്പോൾ, മുഹമ്മദ് അഖ്ലാഖ് മുതൽ ഇങ്ങോട്ട് നിരന്തരമായി ഒരു വിഭാഗത്തെ, മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തെ നിരന്തരമായി വേട്ടയാടാനുള്ള പദ്ധതികളും പ്രോപ്പഗണ്ടകളും കൃത്യമായി തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, സമുദായത്തിന്റെ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാർ അത്തരം ധിക്കാരികളായ ഭരണാധികാരികളുടെ അരമനയിൽ കയറി ചെന്നുകൊണ്ട് അവർക്ക് ഓശാന പാടുന്നത് വളരെ മോശമായി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അന്യായം കാണുമ്പോൾ അത് അന്യായമാണെന്ന് പറയാനുള്ള തന്റെ ഇടമാണ് യഥാർത്ഥ ഉഖ്റവിയായ ആലിമീങ്ങൾക്ക് ഉണ്ടാവേണ്ടത്, പാരത്രിക ബോധമുള്ള പണ്ഡിതന്മാർക്ക് ഉണ്ടാകേണ്ടത്. ദുനിയാവിന്റെ പണ്ഡിതന്മാരുടെ ലക്ഷണം മഹാനായ ഗസാലി ഇമാം എണ്ണി പറഞ്ഞു അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ. അതിലൊന്ന്, അവർ ഭരണാധികാരികളുടെ അരമനകളിലെ നിത്യ സന്ദർശകരായിരിക്കും എന്നുകൂടി ഗസാലി ഇമാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് ദിശാബോധമുള്ള നേതൃത്വത്തെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.